നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ശബരിമലയിലെ ദ്വാരപാലക പീഠ വിവാദത്തിൽ നിർണായക നീക്കവുമായി ഹൈക്കോടതി. സമഗ്രാന്വേഷണത്തിന് വിരമിച്ച ജില്ലാ ജഡ്ജിയെ നിയോഗിച്ചു. മേൽശാന്തി നറുക്കെടുപ്പിന് നിരീക്ഷകനായി ജസ്റ്റിസ് ടി.ആർ. രാമചന്ദ്രൻ നായർ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കങ്ങളിൽ ഗൂഢാലോചന സംശയിച്ച് ദേവസ്വം മന്ത്രി. ആഗോള അയ്യപ്പ സംഗമം അട്ടിമറിക്കാനുള്ള ആസൂത്രണമെന്ന് പി.എസ്. പ്രശാന്ത്. കരൂർ ദുരന്തത്തിൽ മരണം 41. വിജയ് സംസാരിക്കുമ്പോൾ വൈദ്യുതി ഓഫ് ചെയ്യണമെന്ന് ടി.വി.കെ കത്ത് നൽകിയെന്ന് വൈദ്യുതി വകുപ്പ് ചീഫ് എഞ്ചിനീയർ. റാലിക്ക് വരാൻ വിജയ് മനഃപൂർവ്വം വൈകിയെന്ന് എഫ്ഐആർ. ടി.വി.കെയുടെ ഹർജി പരിഗണിക്കുന്നത് മദ്രാസ് ഹൈക്കോടതി മാറ്റി. ദുരന്ത ഭൂമി സന്ദർശിച്ച നിർമ്മല സീതാരാമൻ. IS റിക്രൂട്ട്മെന്റ് കേസിൽ 2 പേർക്ക് 8 വർഷം കഠിന തടവ്. കോയമ്പത്തൂർ സ്വദേശികൾക്ക് ശിക്ഷ വിധിച്ച കൊച്ചി NIA കോടതി. ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞു. ഇരുവരും ഉക്കടം കാർ ബോംബ് സ്ഫോടന കേസിലും പ്രതികൾ. ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ പോലെ അവിടെ ജനങ്ങൾ കൂടെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ കൂടെ ജനങ്ങളൊപ്പം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു മോഹവുമായിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വരെ വെടിയുണ്ട വീഴും. ഒരു സംശയവും വേണ്ട. രാഹുൽ ഗാന്ധിക്കെതിരായ കൊലവിളിയിൽ കേസെടുത്ത് പോലീസ്. राज्यव्यापक प्रतिषेध. जो राइट विंग एक्सट्रीमिज्म है, चरमपंथी मानसिकता है, उसने गांधी जी को गोली मार दी। आज फिर से वही राइट विंग एक्सट्रीमिज्म राहुल गांधी को धमकी दे रहा है। भारतीय जनता पार्टी के प्रवक्ता ने टीवी पर आकर कहा कि राहुल गांधी की छाती पर गोली मार दी। ബിജെപി നേതാവ് പ്രിന്റു മഹാദേവിന്റെ വീട്ടിലേക്ക് മാർച്ച്. വിഷയം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. ആരോപണം അപഹാസ്യമെന്ന് വി മുരളീധരൻ. കാത്തിരിപ്പിന് വിരാമം. മമ്മൂട്ടി വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലേക്ക്. മറ്റന്നാൾ പാട്രിയറ്റിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ ജോയിൻ ചെയ്യും. മടങ്ങിവരവ് 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം. ആവേശത്തിൽ ആരാധകർ. ലോക ഹൃദയ ദിനത്തിൽ അവയവദാനത്തിന്റെ മഹത്വം പ്രചരിപ്പിച്ച ന്യൂസ് 18. ജീവിക്കുന്നു ഞങ്ങളിലൂടെ ക്യാമ്പയിനിൽ അനുഭവങ്ങൾ വിവരിച്ച് അവയവം സ്വീകരിച്ചവർ. അവയവദാനത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ച് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും. ഏഷ്യ കപ്പ് ഇന്ത്യൻ ടീമിന് ട്രോഫി നൽകാത്തതിൽ പ്രതിഷേധം. ACC ചെയർമാനെതിരെ കടുത്ത നിലപാടുമായി ഇന്ത്യ. ICCയെ സമീപിക്കുമെന്ന് BCCI. ഇന്ത്യൻ ടീമിന് അഭിനന്ദന പ്രവാഹം. നരേന്ദ്രമോദിയെ പ്രശംസിച്ച് സൂര്യകുമാർ യാദവ്. ശബരിമലയിലെ ദ്വാരപാലക പീഠം കാണാതായ സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി. വിരമിച്ച ജില്ലാ ജഡ്ജിയെ അന്വേഷണത്തിന് നിയോഗിച്ചു. സ്പോൺസറുടെ സഹോദരിയുടെ വീട്ടിൽ പീഠം കണ്ടെത്തിയതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നാണ് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും നിലപാട്. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കാനും ഹൈക്കോടതി അനുമതി നൽകി. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ പീഠം കാണാനില്ലെന്ന പരാതിയിൽ വമ്പൻ ട്വിസ്റ്റും ദുരൂഹതയും. പീഠം സമർപ്പിച്ചെന്ന് അവകാശപ്പെടുന്ന സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വെഞ്ഞാറമ്മൂട്ടിലെ വീട്ടിൽ നിന്നാണ് ദേവസ്വം വിജിലൻസ് പീഠം പിടിച്ചെടുത്തത്. ഇതിൽ വിശദ അന്വേഷണത്തിനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. തിരുവാഭരണ രജിസ്റ്റർ ഉൾപ്പെടെ രേഖകൾ പരിശോധിച്ച് കണക്കെടുക്കാൻ കോടതി നിർദ്ദേശം നൽകി. 1999 മുതലുള്ള വിവരങ്ങളിൽ അവ്യക്തതയുണ്ട്. ജില്ലാ ജഡ്ജിയുടെ അന്വേഷണത്തിന് പുറമെ ദേവസ്വം വിജിലൻസും അന്വേഷണം തുടരണമെന്നും കോടതി. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് പീഠം വീട്ടിൽ കൊണ്ടുവച്ചതെന്ന് കുടുംബം സ്ഥിരീകരിക്കുന്നു. വ്യാഴാഴ്ച വെളുപ്പിന് നേരം വെളുത്തു വരുന്ന സമയത്ത് അനിയനും മറ്റേ വേറൊരാളൂടെ അവൻ അങ്ങ് ബാംഗ്ലൂർക്ക് പോവായിരുന്നു രാവിലെ. അപ്പൊ ഈ ഒരു സാധനം സീൽ ചെയ്ത ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നു. ഷീഡാണെന്ന് പറഞ്ഞു. സാധാരണ അമ്പലത്തിലേക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. വരുന്നവരാരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകും. പല സാധനങ്ങളും കൊണ്ടുവയ്ക്കും. പൂജാ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാറുണ്ട്. അവന്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് കൊണ്ടുവയ്ക്കാറുണ്ട്. കാരണം അമ്മ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ പലർക്കും കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിവിടെ കൊണ്ടുവച്ചിട്ട് ഇന്നാരും ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകും എന്ന രീതിയിൽ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ഒരു ഐറ്റമാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീട് ഇത് ഇന്നലെ വിജിലൻസിൻ്റെ ആൾക്കാർ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്
ദേവസ്വം വിജിലൻസ് ആണ് വന്നത്. അവരാണ് ഇങ്ങനൊരു പാക്കറ്റ് ഇവിടെ ഉണ്ട്, അവരെങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയില്ല ഇവിടെ കൊണ്ടുവച്ചത്. സ്വർണ്ണപീഠം കാണാതായതിന്റെ പേരിൽ പഴികേട്ട സർക്കാരിനും ദേവസ്വം ബോർഡിനും ആശ്വാസമാകുന്നതാണ് പുതിയ കണ്ടെത്തൽ. വലിയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടെന്നാണ് ബോർഡിന്റെയും സർക്കാരിന്റെയും സംശയം. ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിനുശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിന്റെ പിന്നിൽ ആസൂത്രിതമായൊരു നീക്കമുണ്ടോ, ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന് സ്വാഭാവികമായി നമുക്ക് സംശയിക്കേണ്ടി വരും. ഏതായാലും ബഹുമാനപ്പെട്ട കോടതി അതിലെന്ത് നാളെ പറയുന്നു എന്നതിനെ ആസ്പദമാക്കി ഭാവി കാര്യങ്ങളെ സംബന്ധിച്ച് ഈ പ്രസ്തുത കക്ഷിയുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു എന്നറിയാമായിരുന്നിട്ടും എന്തിനാണ് ഇയാൾ കള്ളം പറഞ്ഞത്? ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന് ദേവസ്വം ബോർഡിൽ പഴിചാരിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയുന്നതിന് വേണ്ടി ഇയാൾ കരുതിക്കൂട്ടി ചില ആളുകളുമായി നടത്തിയ ഗൂഢാലോചനയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ വിവരം കോടതിയെ അറിയിച്ചില്ലെന്ന ജില്ലാ ജഡ്ജിയുടെ റിപ്പോർട്ടോടെയാണ് വിവാദങ്ങളുടെ തുടക്കം. ഇതിന്റെ പരിശോധനയ്ക്കിടെയാണ് ശില്പങ്ങൾക്കൊപ്പം സ്വർണ്ണപീഠം സമർപ്പിച്ചിട്ടുണ്ടെന്നും അത് കാണാനില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയെ അറിയിച്ചത്. സ്വർണ്ണപീഠം സമർപ്പിച്ചതിന് ഒരു രേഖകളും ദേവസ്വം ബോർഡിന് പക്കലില്ലാത്തതിനാൽ ഉണ്ണികൃഷ്ണൻ പറയുന്നത് ബോർഡ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കാണാനില്ലെന്ന് പറഞ്ഞയാളുടെ ബന്ധുവീട്ടിൽ നിന്ന് തന്നെ ഒടുവിൽ പീഠം കണ്ടെത്തുകയും ചെയ്തു. പീഠം എവിടെയാണെന്ന് അറിയാമായിരുന്നിട്ടും കാണാനില്ലെന്ന് എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയിൽ പറഞ്ഞെന്ന കാര്യത്തിലാണ് ദുരൂഹത. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല മേൽശാന്തി നറുക്കെടുപ്പിൽ നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. ജസ്റ്റിസ് TR രാമചന്ദ്രൻ നായരെ നിരീക്ഷകനായി നിയമിച്ചു. മേൽശാന്തി നറുക്കെടുപ്പിന് നിരീക്ഷകൻ മേൽനോട്ടം വഹിക്കണം. നറുക്കെടുപ്പ് വീഡിയോ റെക്കോർഡ് ചെയ്യണം. അടുത്ത മേൽശാന്തി നറുക്കെടുപ്പിന് മുന്നോടിയായി സ്വമേധയായി എടുത്ത കേസിൽ ആണ് ഉത്തരവ്. ശബരിമല ദ്വാരപാലക ശില്പത്തിലെ പീഠം കാണാതായതിന്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന് എന്ന് രമേശ് ചെന്നിത്തല. സ്വർണ്ണപീഠം എങ്ങനെ പോയി എന്നതാണ് പ്രധാനം. ദേവസ്വം ബോർഡ് വിജിലൻസ് കണ്ടെത്തി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനും ദേവസ്വം ബോർഡിനുമാണ് എന്നും ചെന്നിത്തല പറഞ്ഞു. കരൂർ ദുരന്തത്തിൽ തമിഴകം വെട്രിക്കഴകത്തിന്റെ ഗുരുതര വെളിപ്പെടുത്തലുമായി തമിഴ്നാടിന് വൈദ്യുതി വകുപ്പ് ചീഫ് എഞ്ചിനീയർ വിജയ് പ്രസംഗിക്കുന്ന സമയം വൈദ്യുതി ഓഫ് ചെയ്യണമെന്ന് TVK കത്ത് നൽകിയിരുന്നതായാണ് വെളിപ്പെടുത്തൽ. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതാണ് അപകടത്തിനിടയാക്കിയത് എന്നായിരുന്നു TVKയുടെ വാദം. അതേസമയം വിജയ് മനഃപൂർവ്വം റാലിക്കെത്താൻ 4 മണിക്കൂർ വൈകി എന്നാണ് FIRൽ പറയുന്നത്. സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട TVK നൽകിയ ഹർജി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതാണ് അപകടത്തിനിടയാക്കിയതെന്നായിരുന്നു TVKയുടെ ആരോപണം. ഇതിന് പിന്നാലെയാണ് ഗുരുതര വെളിപ്പെടുത്തലുമായി തമിഴ്നാട് വൈദ്യുതി വകുപ്പ് ചീഫ് എഞ്ചിനീയർ TVKക്കെതിരെ രംഗത്തെത്തിയത്. വിജയ് പ്രസംഗിക്കുന്ന സമയം വൈദ്യുതി ഓഫ് ചെയ്യണമെന്ന് TVK കത്ത് നൽകിയിരുന്നതായാണ് വെളിപ്പെടുത്തൽ. എന്നാൽ ഈ ആവശ്യം നിഷേധിച്ചതായും ചീഫ് എഞ്ചിനീയർ രാജലക്ഷ്മി വ്യക്തമാക്കി. TVK നൽകിയ കത്തും ഇവർ പുറത്തുവിട്ടു. എന്നാൽ ഇക്കാര്യത്തിൽ TVK അധികൃതർ മറുപടി നൽകിയിട്ടില്ല. അതേസമയം കരൂർ ദുരന്തത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ FIRലും TVK അധ്യക്ഷൻ വിജയ്ക്കെതിരെ ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. വിജയ് മനഃപൂർവ്വം റാലിക്കെത്താൻ 4 മണിക്കൂർ വൈകിയെന്നാണ് FIRലുള്ളത്. നിബന്ധനകൾ പാലിക്കാതെ സ്വീകരണ പരിപാടികൾ നടത്തിയെന്നും ആവശ്യത്തിന് വെള്ളമോ മെഡിക്കൽ സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നും FIRൽ വ്യക്തമാക്കുന്നു. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചാരണങ്ങൾ നടത്തരുതെന്ന മുന്നറിയിപ്പുമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും രംഗത്തെത്തി. എല്ലാവരും ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നും ദുരന്തവുമായി ബന്ധപ്പെട്ട് വസ്തുതകളല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും MK സ്റ്റാലിൻ വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി. சோஷியல் மீடியாவில் சிலர் பரப்புற வதந்திகளையும் பொய் செய்திகளையும் பார்த்துட்டு தான் இருக்கேன். எந்த ஒரு அரசியல் கட்சி தலைவரும் தன்னோட தொண்டர்களும் அப்பாவி பொதுமக்களும் இறக்கிறத எப்பொழுதும் விரும்ப மாட்டாங்க. இந்த சம்பவத்தில் உயிரிழந்தவங்க எந்த கட்சி சார்ந்தவங்களாக இருந்தாலும் என்னை பொறுத்த வரைக்கும் அவங்க நம்மோட தமிழ் உறவுகள். எனவே சோகமும் துயரமும் சூழ்ந்திருக்கக்கூடிய இந்த நிலையில் பொறுப்பற்ற முறையில் விஷமத்தனமான செய்திகளை തവറിക്കണമെന്ന് കേട്ടുകരാം. ഇതിനിടെ ദുരന്തമുണ്ടായ കരൂർ സന്ദർശിക്കാൻ വിജയ് നീക്കങ്ങൾ സജീവമാക്കി. സന്ദർശനത്തിന് പോലീസും ജില്ലാ ഭരണകൂടവും തടസ്സം നിൽക്കരുതെന്നാവശ്യപ്പെട്ട് TVK ജനറൽ സെക്രട്ടറി ആധവ് അർജുന മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. ഹർജി മദ്രാസ് ഹൈക്കോടതി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ കരൂരിലെത്തി ദുരന്തബാധിതരെ സന്ദർശിച്ചു. റാലിയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടുള്ള മരണസംഖ്യ 41 ഉയർന്നു.
ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സുഗുണ എന്ന 65 വയസ്സുകാരിയാണ് രാവിലെ മരിച്ചത്. ഇതോടെ ദുരന്തത്തിൽ മരിച്ച സ്ത്രീകളുടെ എണ്ണം 18ആയി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. IAS റിക്രൂട്ട്മെന്റ് കേസിൽ തമിഴ്നാട് സ്വദേശികൾക്ക് 8 വർഷം കഠിന തടവ്. മുഹമ്മദ് അസറുദ്ദീൻ, ഷെയ്ഖ് ഹിയാത്തുള്ള എന്നിവരെയാണ് കൊച്ചി NIA കോടതി ശിക്ഷിച്ചത്. ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞു. ഇരുവരും ഉക്കടം കാർ ബോംബ് സ്ഫോടന കേസിലും പ്രതികളാണ്. കൊച്ചിയിലെ NIA കോടതിയാണ് ഇരുവർക്കും ശിക്ഷ വിധിച്ചത്. 8 വർഷം കഠിന തടവാണ് രണ്ടുപേർക്കും ശിക്ഷയായി വിധിച്ചിട്ടുള്ളത്. 3 വകുപ്പുകളിലായി ആരോപിക്കപ്പെടുന്ന കുറ്റം തെളിയിക്കുന്നതായിട്ട് കോടതി കണ്ടെത്തുകയും ചെയ്തു. 40ഓളം സാക്ഷികളെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിസ്തരിക്കുകയും ചെയ്തത്. ഇന്ന് കോടതി 8 വർഷം വീതം കഠിന തടവ് ഇരുവർക്കും വിധിക്കുകയായിരുന്നു. ഇതിൽ 2019 കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇരുവരും അറസ്റ്റിലായിരുന്നു. ഈ അറസ്റ്റ് ചെയ്ത കാലയളവ് ശിക്ഷാ കാലമായിട്ട് തന്നെ കണക്കിലെടുക്കാമെന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. UAPA ആക്ട് പ്രകാരം 38, 39 വകുപ്പുകളും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമുള്ള 128B കുറ്റകരമായ ഗൂഢാലോചന പ്രകാരവുമാണ് 3 വകുപ്പുകളാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിരുന്നത്. ഇതിൽ നിരോധിക്കപ്പെട്ട സംഘടനയിൽ അംഗമാകുക, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നീ 2 വകുപ്പുകളാണ് UAPA നിയമപ്രകാരമുള്ള കാര്യങ്ങൾ വരുന്നത്. പ്രതികൾ ആസൂത്രിതമായി പ്രവർത്തിക്കുകയും സിറിയയിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്തു. ഇതിനായി പലയിടത്തും ഇവർ ക്യാമ്പുകൾ നടത്തി. അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങൾ വഴി ഈ ആശയങ്ങൾ പ്രചരിപ്പിച്ചു എന്നീ കാര്യങ്ങളെല്ലാം തന്നെ NIA അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയിരുന്നു. 2019 കേസ് രജിസ്റ്റർ ചെയ്യുന്നു. പക്ഷേ 2013 മുതൽ പ്രതികളിൽ 1-ാം പ്രതിയായ മുഹമ്മദ് അസറുദ്ദീൻ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ IS ഭീകരവാദികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഉക്കടം കാർ ബോംബ് സ്ഫോടനത്തിൽ അതിൽ ചാവേറായിരുന്ന മുബീനായിട്ട് അയാളുടെ ഒരു സഹപ്രവർത്തകരായിട്ട് തന്നെ കൂട്ടാളികളായിട്ടാണ് 2 പേരും ഉണ്ടായിരുന്നത്. ഈ മുബീൻ അസറുദ്ദീനെ ജയിലിൽ സന്ദർശിച്ച ഇവരുമായി സംസാരിച്ചു തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ NIA അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം ഈ IS റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ മറ്റു കണ്ണികൾ കൂടി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് NIA അന്വേഷണവുമായിട്ട് പോകുന്നത്. 2019 രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പൂർത്തിയാക്കിയ റിപ്പോർട്ട് സമർപ്പിച്ച കേസിലാണ് ഇപ്പോൾ കൊച്ചി NIA കോടതി പ്രതികൾക്ക് 2 പേർക്കും ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ന്യൂസ് 18 ചർച്ചയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ BJP നേതാവ് പ്രിന്റു മഹാദേവ് നടത്തിയ കൊലവിളിയിൽ കേസെടുത്ത് പോലീസ്. പേരാമംഗലം പോലീസാണ് കേസെടുത്തത്. കലാപാഹ്വാനം, സമൂഹത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കൽ, കൊലവിളി പ്രസംഗം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. അതേസമയം വിഷയത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം നടത്തുകയാണ് കോൺഗ്രസ്. പ്രിന്റുവിന്റെ തൃശൂർ പേരാമംഗലത്തെ വീട്ടിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രിന്റു മഹാദേവ് നടത്തിയ കൊലവിളി വിഷയം പ്രതിപക്ഷം സഭയിലും ഉന്നയിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരായി BJP നേതാവിന്റെ കൊലവിളിയിൽ പ്രതികരണവുമായി കോൺഗ്രസ് ദേശീയ വക്താവ് പവൻ ഖേര രംഗത്തു വന്നു. പ്രത്യയശാസ്ത്ര പോരാട്ടത്തിൽ പരാജയപ്പെടുന്ന BJP നേതാക്കളും വക്താക്കളും രാഹുൽ ഗാന്ധിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് എന്ന് പവൻ ഖേര പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ് BJP. രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ അപായപ്പെടുത്തും എന്ന് പറയുന്ന ചർച്ചയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് V മുരളീധരൻ പറഞ്ഞു. ആരോപണം അപഹാസ്യമെന്നും പോലീസ് അന്വേഷണം വരട്ടെ എന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്നും മുരളീധരൻ പറഞ്ഞു. ന്യൂസ് 18 സ്പെഷ്യൽ ഡിബേറ്റിൽ പിന്റു മഹാദേവ്, BJP വക്താവ് പിന്റു മഹാദേവ് രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ കൊലവിളി പ്രസംഗത്തിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നടപടിയെടുക്കുന്നില്ല എന്ന ആക്ഷേപമാണ് കഴിഞ്ഞ ദിവസം മുതൽ യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് നേതാക്കളും ശക്തമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് പുറത്ത് കേന്ദ്രത്തിനെയും കേരളത്തിൽ BJPയെയും അതുപോലെ തന്നെ CPMനെയും ഒരേപോലെ വിമർശിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ നടപടികൾ. ഇന്ന് നിയമസഭയിൽ MLA AP അനിൽകുമാർ ഈ വിഷയം ഉന്നയിച്ചു. പിന്നു മഹാദേവ് നടത്തിയ പ്രസംഗത്തിൽ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. FIR ഇടാനോ നടപടിയെടുക്കാനോ സർക്കാർ തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹം ആരോപിച്ചു. ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ അദ്ദേഹം ശക്തമായ നിലപാടെടുക്കുമ്പോൾ കേരളത്തിൽ ഒരു മാധ്യമ ചാനൽ ഇരുന്നുകൊണ്ട് BJPയുടെ ഒരു നേതാവ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴും എന്ന് പറയുമ്പോൾ അതിനെതിരെ ഒരു വാക്ക് പറയുവാൻ, ഒരു FIR രജിസ്റ്റർ ചെയ്യുവാൻ തന്റെ ഇടം കാണിക്കാതെ BJPക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന ഭരണകൂടമാണ് സർ ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയുന്നത്.
അതിനുശേഷം പേരാമംഗലം പോലീസ് പിന്റു മഹാദേവിനെതിരെ കേസെടുത്തിട്ടുണ്ട്. 3 വകുപ്പുകൾ ചുമത്തിയാണ് പേരാമംഗലം പോലീസ് കേസെടുത്തത്. കലാപാഹ്വാനം, സമൂഹത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കൽ, കൊലവിളി പ്രസംഗം തുടങ്ങിയ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകളാണ് പിന്റു മഹാദേവിനെതിരെ പേരാമംഗലം പോലീസ് ചുമത്തിയിട്ടുള്ളത്. ഇതേ വിഷയത്തിൽ ഇന്ന് പിന്റു മഹാദേവിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചും ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. ജലപീരങ്കി പ്രയോഗിക്കുകയും ബാരിക്കേഡുകൾ തള്ളിമാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. വരും ദിവസങ്ങളിൽ സമാനമായ പ്രതിഷേധം കേരളത്തിൽ എല്ലായിടത്തും നടത്തുമെന്നും യൂത്ത് കോൺഗ്രസും വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്റു മഹാദേവിനെ ബഹിഷ്കരിക്കുമെന്ന നിലപാടും കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് എതിരെ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി കേരള നിയമസഭ. SIR നടപടികൾ ഉപേക്ഷിക്കണമെന്നും സുതാര്യമായി പട്ടിക പരിഷ്കരിക്കണമെന്നും നിയമസഭ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പൗരത്വത്തെ അധിഷ്ഠിതമാക്കുന്ന നിയമ ഭേദഗതി പൊടിതട്ടിയെടുക്കാനുള്ള നീക്കമാണ് SIR എന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ബീഹാറിലെ SIR സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ആണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ തിടുക്കപ്പെട്ടുള്ള നടപടി തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാനുള്ള നീക്കം എന്ന ആശങ്കയും പ്രമേയത്തിലുണ്ട്. മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം പ്രതിപക്ഷത്തിന്റെ കൂടി പിന്തുണയോടെയാണ് പാസാക്കിയത്. സംസ്ഥാനത്തെ ധനപ്രതിസന്ധി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ റൂൾ 50 നോട്ടീസ് ചർച്ചയ്ക്കെടുത്ത് സ്പീക്കർ. ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത് എന്ന് പ്രമേയ അവതാരകൻ ആയ അഡ്വക്കേറ്റ് മാത്യു കുഴനാടൻ പറഞ്ഞു. അശാസ്ത്രീയമായ നികുതി ഘടനയും പാഴ്ചെലവുകളും മൂലം ധനസ്ഥിതി അപകടകരമായ നിലയിലേക്ക് മാറിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. സതീശൻ കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചിട്ട് പോലും ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ മുടക്കം വരാതെ കൊടുക്കാൻ സംസ്ഥാനത്തിന് കഴിയുന്നുണ്ട് എന്നും ഓണാഘോഷം അതിന് തെളിവായിരുന്നുവെന്നും ധനമന്ത്രി KN ബാലഗോപാൽ സഭയിൽ വ്യക്തമാക്കി. മമ്മൂട്ടി വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലേക്ക്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റ് എന്ന ബിഗ് ബജറ്റ് മൾട്ടി സ്റ്റാർ ചിത്രത്തിന്റെ ഹൈദരാബാദ് ഷെഡ്യൂളിൽ ആണ് മടങ്ങിവരവിൽ ആദ്യം അദ്ദേഹം അഭിനയിക്കുക. ഒക്ടോബർ 1 ബുധനാഴ്ച ചിത്രീകരണത്തിന് തുടക്കമാകും. 7 മാസങ്ങൾക്കിപ്പുറം മമ്മൂട്ടി വീണ്ടും അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തുന്നതിന്റെ ആഹ്ലാദത്തിലാണ് സിനിമാ ലോകവും ആരാധകരും. നിർമ്മാതാവായ ആൻഡോ ജോസഫാണ് തിരിച്ചുവരവിന്റെ വിവരം സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തെ അറിയിച്ചത്. മലയാളികൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മൂക്ക അഥവാ മമ്മൂട്ടി ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ തിരിച്ചെത്തുകയാണ്. വെള്ളിത്തിരയിലേക്ക് തിരിച്ചെത്തുന്നു എന്ന ഒരു സന്തോഷം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുപ്പമുള്ള നിർമ്മാതാവായ ആൻഡോ ജോസഫ് തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി എന്നും അദ്ദേഹം അറിയിച്ചിരിക്കുന്നു. 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂട്ടി ഷൂട്ടിങ്ങിന് എത്തുന്നത്. ഹൈദരാബാദിലാണ് അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുക. സംവിധായകനായ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പേട്രിയറ്റ് എന്ന ചിത്രത്തിലാണ് അദ്ദേഹം അഭിനയിക്കുക. ആ ചിത്രത്തിൽ അഭിനയിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഇടവേള എടുത്തത്. ആ 7 മാസത്തിന് ശേഷം വീണ്ടും എത്തുകയാണ്. ഒരു മൾട്ടി സ്റ്റാർ ചിത്രമാണ് പേട്രിയറ്റ്. മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ എന്നിവരും മമ്മൂട്ടിയോടൊപ്പം ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. മലയാളത്തിൽ ഇതുവരെ പുറത്തു വന്നതിൽ വെച്ച് ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രമാണ് പേട്രിയറ്റ് എന്നാണ് പറയുന്നത്. ഏതായാലും മമ്മൂട്ടി തിരിച്ചെത്തുന്നു എന്നൊരു സന്തോഷമാണ് ഇപ്പോൾ ആരാധകരെയും ആവേശത്തിലാഴ്ത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബു ഷാവേയുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ആയിരുന്നു കൂടിക്കാഴ്ച. പലസ്തീൻ ജനതയ്ക്ക് കേരളത്തിന്റെ ഐക്യദാർഢ്യം പിണറായി വിജയൻ അറിയിച്ചു. കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായുള്ള പലസ്തീൻ രാഷ്ട്രം സാധ്യമാക്കുകയും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യാൻ അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി പ്രവർത്തിക്കണമെന്നാണ് ഇടതുപക്ഷത്തിന്റെ നിലപാടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഇസ്രായേൽ അധിനിവേശവും പലസ്തീൻ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളും അംബാസിഡർ വിശദീകരിച്ചു. നിർണായക സന്ദർഭത്തിൽ കേരളം നൽകുന്ന പിന്തുണ മഹത്തരമെന്നും അദ്ദേഹം പറഞ്ഞു. പലസ്തീന് ഐക്യദാർഢ്യവുമായി LDF രംഗത്ത് വന്നിട്ടുണ്ട്. ഒക്ടോബർ 2 കോഴിക്കോടാണ് LDFന്റെ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം. പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള M. അബ്ദുൾ ഷാവേസ് മുഖ്യാതിഥിയാകും. CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് വൈറ്റ് ഹൗസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണും. ഗാസയിലെ ആക്രമണത്തിന്റെ പേരിൽ UN-ൽ ഇസ്രായേൽ ഒറ്റപ്പെട്ട പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച. മധ്യേഷ്യയിലെ സമാധാന ശ്രമങ്ങളിൽ ഒരു നിർണായക ചുവടുവെപ്പുണ്ടാകുമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിലെ വെടിനിർത്തൽ സാധ്യതകളും തള്ളിക്കളഞ്ഞിട്ടില്ല.
അമേരിക്കയിൽ മിഷിഗണിലുണ്ടായ വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു, 8 പേർക്ക് പരിക്കേറ്റു. ഗ്രാൻഡ് ബ്ലാങ്കിൽ ഉള്ള ദി ചർച്ച് ഓഫ് ജസ്റ്റിസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർ ഡേ സെന്ററിൽ ആയിരുന്നു ആക്രമണം. പള്ളിക്ക് തീവെച്ച ആക്രമിയെ പോലീസ് വധിച്ചു. ഞായറാഴ്ച പ്രാർത്ഥന നടക്കുന്ന സമയത്തായിരുന്നു പള്ളിയിലെ ഞെട്ടിക്കുന്ന ആക്രമണം. ഡെട്രോയിറ്റിൽ നിന്ന് 50 മൈൽ വടക്കാണ് ദ ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർ ഡേ സെയിൻസ് സ്ഥിതി ചെയ്യുന്നത്. പള്ളിയുടെ മുൻവാതിലിലേക്ക് തോമസ് ജേക്കബ് സാൻഫോർഡ് എന്ന 40-കാരൻ തന്റെ ട്രക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. തുടർന്ന് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഇയാൾ പള്ളിയിലുണ്ടായിരുന്നവർക്ക് നേരെ വെടിയുതിർത്തു. 2 പേർ സംഭവസ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടു. തുടർന്ന് ഇയാൾ പള്ളിക്ക് തീയിടുകയായിരുന്നു. 2 പേർ പൊള്ളലേറ്റാണ് മരിച്ചത്. 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഉടൻ പള്ളിയിലേക്കെത്തിയ സുരക്ഷാസേന അക്രമിയെ വെടിവെച്ചു കൊന്നു. There is a couple additional bodies that we've discovered in the church. So that makes our total victim count up to 4 victims. As I said before, there has already been the suspect who is deceased as well. So we have 5 deceased persons from this tragic incident. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമണത്തെ അപലപിച്ചു. അമേരിക്കയിൽ ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് നേരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചുവരികയാണെന്നും ഇത് വെച്ചുപൊറുപ്പിക്കില്ലെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. സംഭവത്തിൽ FBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആക്രമണം നടത്തിയ തോമസ് ജേക്കബ് സാൻഫോർഡ് മുൻ സൈനികനായിരുന്നു. 2004 മുതൽ 2008 വരെ മറൈൻ വെറ്ററനായിരുന്ന ഇയാൾ ഇറാഖ് യുദ്ധത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മിഷിഗണിലെ ആക്രമണം നടക്കുന്നതിന് 12 മണിക്കൂർ മുൻപ് നോർത്ത് കരോലിനയിൽ മറ്റൊരു മുൻ സൈനികനും ആൾക്കൂട്ടത്തിന് നേരെ വെടിയുതിർത്തിരുന്നു. ഇതിൽ 3 പേരാണ് കൊല്ലപ്പെട്ടത്. നിഗൽ എഡ്ജ് എന്ന ഈ അക്രമിയും ഇറാഖ് യുദ്ധത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള മുൻ സൈനികനാണ്. 2 സംഭവവുമായി ബന്ധമുണ്ടോയെന്നും FBI പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഏഷ്യ കപ്പ് ചാമ്പ്യന്മാരായിട്ടും ഇന്ത്യൻ ടീമിന് ട്രോഫിയും മെഡലും നൽകാത്ത ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനെതിരെ പരാതി നൽകാൻ BCCI. പാകിസ്ഥാൻ മന്ത്രിയായ ACC ചെയർമാൻ മൊഹസിൻ നഖ്വി ഗുരുതര വീഴ്ചയാണ് വരുത്തിയത് എന്ന് ICCയെ ബോധ്യപ്പെടുത്തുമെന്ന് BCCI സെക്രട്ടറി ദേവ്ജിത്ത് സൈക്കിയ വ്യക്തമാക്കി. അതിനിടെ പാകിസ്ഥാനെ 5 വിക്കറ്റിന് തകർത്ത ഇന്ത്യൻ ടീമിന് അഭിനന്ദന പ്രവാഹം തുടരുകയാണ്. നാടകീയ രംഗങ്ങൾക്കാണ് ഏഷ്യ കപ്പിലെ ജയത്തിനു ശേഷം ദുബായ് സാക്ഷ്യം വഹിച്ചത്. 1 മണിക്കൂറോളം വൈകിയാണ് പാക് താരങ്ങൾ ട്രോഫി വിതരണം നടക്കുന്ന വേദിയിലേക്ക് എത്തിയത്. മാൻ ഓഫ് ദി മാച്ച്, മാൻ ഓഫ് ദി സീരീസ് പുരസ്കാരങ്ങൾക്ക് ശേഷം ചാമ്പ്യന്മാർക്കുള്ള ട്രോഫി നൽകാൻ നിന്നത് പാക് മന്ത്രിയും ACC മേധാവിയുമായ മൊഹസിൻ നഖ്വി. നഖ്വിയിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങില്ലെന്ന് നേരത്തെ തന്നെ ഇന്ത്യൻ ടീം അറിയിച്ചിരുന്നു. നിലപാടിൽ ഇന്ത്യ ഉറച്ചതോടെ നഖ്വി മറ്റൊരു നീക്കം നടത്തി. ട്രോഫിയും ജേതാക്കളുടെ മെഡലും ഗ്രൗണ്ടിൽ നിന്ന് മാറ്റി. ഇതിനെതിരെ ശക്തമായ നീക്കമാണ് BCCI സ്വീകരിക്കുന്നത്. ICCയിൽ ഉന്നയിക്കുമെന്ന് സെക്രട്ടറി. So far as the trophy is concerned, trophy distribution, India cannot take the trophy from the person who is waging a war against our country. So we have taken a decision not to accept the trophy, but that does not allow that gentleman to take over the trophy and the medals to his hotel. This is unexpected, very childish in nature, and will lodge a very strong protest with ICC in the forthcoming ICC meeting to be held in Dubai in the first week of November. ജീവിതത്തിൽ ആദ്യമായാണ് ഇതുപോലൊരു അനുഭവമെന്നും ജയിച്ച ടീമിന് ട്രോഫി നൽകാത്തത് അനീതിയാണെന്നും ഇന്ത്യൻ ക്യാപ്റ്റൻ പ്രതികരിച്ചു. യഥാർത്ഥ ട്രോഫി തനിക്കൊപ്പമുള്ള താരങ്ങളാണെന്നും സൂര്യകുമാർ യാദവ്. I think this is one thing which I have never seen since I started playing cricket, since I started following cricket, that a champion team is denied to get a trophy. I mean, that to a hard-earned one. It's not like आसानी से हो गया सब, but it was a hard-earned tournament. We were here since 4th, played a game today, 2 back-to-back good games in 2 days. I feel we deserved it, and I can't say anything more. I think I've summed it up really well. And if you tell me about the trophies, my trophies are sitting in my dressing room. All the 14 guys with me, all the support staff, those are the real trophies. അതേസമയം ഏഷ്യ കപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ക്രിക്കറ്റ് ഗ്രൗണ്ടിലും ഓപ്പറേഷൻ സിന്ദൂർ എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ എക്സ്പോസ്റ്റ്. സ്പോർട്സ് ഡെസ്ക് ന്യൂസ് 18. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. ഏഷ്യ കപ്പ് വിജയത്തെക്കുറിച്ചുള്ള മോദിയുടെ ഓപ്പറേഷൻ സിന്ദൂർ പോസ്റ്റാണ് പ്രശംസിക്കപ്പെട്ടത്. രാജ്യത്തിന്റെ നേതാവ് തന്നെ ഫ്രണ്ട് ഫൂട്ടിൽ ബാറ്റ് ചെയ്യുന്നു എന്നായിരുന്നു ക്യാപ്റ്റന്റെ പ്രതികരണം. സർ, മുന്നിൽ നിൽക്കുമ്പോൾ തീർച്ചയായും കളിക്കാൻ സ്വതന്ത്രമായി കളിക്കും, സൂര്യകുമാർ യാദവ് പറഞ്ഞു. ഇന്ന് ലോക ഹൃദയ ദിനം.
ഹൃദയാഘാതത്തെ തുടർന്ന് പിടഞ്ഞു വീണ് മരിക്കുന്നവരുടെ എണ്ണം കേരളത്തിലും വർദ്ധിക്കുകയാണ്. അതിൽ വലിയൊരു പങ്കും 40 വയസ്സിന് താഴെയുള്ളവർ ആണ്. രാജ്യത്തെ ആകെ മരണങ്ങളുടെ 30% ഹൃദയ സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് എന്നാണ് കണക്കുകൾ. ഹൃദയത്തിനും രക്തക്കുഴലുകൾക്കും രോഗം ബാധിക്കുന്നവരിൽ 30% 40 വയസ്സിൽ താഴെയുള്ളവരെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ കണ്ടെത്തൽ. യഥാസമയം ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ജീവഹാനിയിലേക്ക് വരെ ഇത് നയിക്കാം. ജീവിതശൈലി മാറ്റങ്ങൾ തന്നെയാണ് യുവാക്കളിൽ ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുന്നതെന്നും ആരോഗ്യ വിദഗ്ധർ. കായികാധ്വാനം കുറഞ്ഞതും വ്യായാമത്തിന് മതിയായ സമയം കണ്ടെത്താത്തതും ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും ഹൃദയാഘാതത്തിന് സാധ്യത വർദ്ധിപ്പിക്കുന്നെന്നും വിദഗ്ധർ പറയുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഹൃദ്രോഗികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനയാണ് കണ്ടുവരുന്നത്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റം തന്നെയാണ്. വ്യായാമമില്ലായ്മ, ജങ്ക് ഫുഡ്സും ഫാസ്റ്റ് ഫുഡ്സിൻ്റെയും കാലറി റിച്ച് ഫുഡ്സിൻ്റെയും കടന്നുവരവ്, യന്ത്രവൽക്കരണത്തിൻ്റെ ഭാഗമായുള്ള ദൈനംദിന ജീവിതത്തിലുള്ള കായികമായ പ്രവൃത്തികളുടെ കുറവ്, ഇതെല്ലാം ഹൃദ്രോഗത്തിൻ്റെ എണ്ണം കൂടാൻ വഴിയൊരുക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആശങ്കപ്പെട്ടുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല. ഈ ഹൃദയദിനത്തിൽ നമുക്ക് ഹൃദ്രോഗം തടയാനുള്ള ക്രിയാത്മകമായ മാറ്റം നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനൊപ്പം ഹൃദ്രോഗത്തിന് കാരണമായേക്കാവുന്ന അപകട കാരണങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം, അമിത കൊളസ്ട്രോൾ എന്നിവ കൃത്യമായി ചികിത്സിക്കുകയും ഹൃദ്രോഗ ലക്ഷണങ്ങൾ തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ശരിയായ ചികിത്സ ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനായി ഇനി കൂടുതൽ ജാഗ്രത പുലർത്താം. ന്യൂസ് 18 തിരുവനന്തപുരം. ലൈവ് at 6 പൂർണ്ണമാകുന്നു. നമസ്കാരം.